നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി മോളെ. പിന്നെ മോളെ, ഞാൻ രാവിലെ മുതൽ പാറുവിനെ വിളിക്കുക. അവളെന്താ ഫോൺ എടുക്കാത്തെ? അത് വിഷു സീസൺ ആയതുകൊണ്ട് കമ്പനിക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ നേരത്തെ ജോലിക്ക് കയറും. അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ ഫോണിൽ ലോക്ക് ചെയ്ത് വെക്കണമല്ലോ, അതായിരിക്കും. അവൾ അച്ഛന്റെ മിസ്ഡ് കോൾ കാണുമ്പോ തിരിച്ചു വിളിച്ചോളും. ഓ, അതാണല്ലേ. പാറു നിങ്ങളുടെ കൂടെ ഒക്കെയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്. അവിടെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ മോളെ. ഞാൻ നോക്കിക്കോളാം അച്ഛാ. എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്രീ ആയിട്ട് വിളിച്ചാ മതിയോ? ശരി മോളെ. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, സ്പീഡിലൊന്നും പോവല്ലേ. ശരി അച്ഛാ. ഓ, സോറി അച്ഛാ. അച്ഛന്റെ വിശ്വാസം ഞാൻ ഒരിക്കലും അർഹിക്കുന്നില്ല. പാറുവിനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവൾക്ക് എത്രയോ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ഞാനൊരു നല്ല കൂട്ടുകാരി പോലുമല്ല. അപ്പോ നേരത്തെ കേട്ട ശബ്ദം ഇതീന്നായിരിക്കും അല്ലേ? ഇത് പ്രിയന്റെ ഫോൺ അല്ലല്ലോ. അപ്പൊ പിന്നെ ഇത് ആരുടെ ആയിരിക്കും? പാറുവിന് അച്ഛൻ വിളിച്ച കാര്യം അറിയിക്കണം. ഈ റിംഗ് ടോൺ ആണല്ലോ നേരത്തെ കേട്ടത്. ഹലോ ഹലോ ഹലോ. ഇത് പാറു അല്ലല്ലോ. ആരാണാവോ എടുത്തത്? ഞാൻ പ്രിയന്റെ അമ്മ ശോഭയാ. ഇതാരാ? ഹലോ ഹലോ. അയ്യോ, ആകെ കുഴപ്പമില്ലോ. പാറുവിന്റെ ഫോൺ എങ്ങനെയാ അമ്മയുടെ കയ്യിലെത്തിയത്? ഹലോ. എത്തി സാർ, 5 മിനിറ്റിലെത്തും. ഒരു പെൺകുട്ടിയാണല്ലോ കോൾ ചെയ്തത്. എന്റെ ശബ്ദം കേട്ടതും കട്ട് ചെയ്തു. എന്തോ പന്തികേടുണ്ട്. അവനെങ്ങ് വരട്ടെ. അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കുന്നുണ്ട്. കൈലാഷ് സാറാണല്ലോ. സർ, എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? സർ, തെറ്റെന്റെ ഭാഗത്താ. ഞാനാണ് തെറ്റായ ആളുകളെ കണ്ണടച്ച് വിശ്വസിച്ചത്. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി മോഹനെങ്ങാനും സാറിനോട് ഞാനാണ് ഗന്ധർവനെന്ന് പറഞ്ഞു കാണൂ? ഇത്രയും വലിയൊരു കാര്യം എന്നിൽ നിന്ന് മറയ്ക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞ പ്രിയൻ? സർ, എന്താ നടന്നെന്ന് പറയൂ. സാർ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കാണ് ഒന്നും മനസ്സിലാവാത്തത്. എനിക്ക് ഇപ്പൊ തന്നെ നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം. പ്രിയൻ എവിടെയാണെന്ന് പറയൂ, ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട സർ. സാർ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ശരി, ഞാൻ ലൊക്കേഷൻ അയക്കാം. 10 മിനിറ്റിനകം നീ എന്റെ മുന്നിൽ ഉണ്ടാവണം. സർ സർ കാര്യം എന്താണെന്ന് പറയാതെ സാറ് കട്ട് ചെയ്തല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
മോഹനെ ഒന്ന് വിളിച്ചു നോക്കാം. ഛെ, അവന്റെ ഫോൺ ലോക്കറിലായിരിക്കും. ഇനി കൈലാഷ് സാറിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഛെ, വെറുതെ ആവശ്യമില്ലാത്ത ഒന്ന് ആലോചിച്ച് കൂട്ടണ്ട. നേരിട്ട് പോയി നോക്കാം.